ഗായ്സ്, വെൽക്കം ബാക്ക് ടു തൊപ്പി ഡൂട്ട്സിന്റെ പുതിയൊരു വീഡിയോ. ഇന്ന് ഞങ്ങൾ വെക്കാൻ പോകുന്നത് ചിക്കൻ കറി. ആര് വെക്കും? നീ വെക്കും. ഇവനാണ് ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. ചിക്കൻ കറി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വഴറ്റുമ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ചിക്കൻ എന്താണെന്നറിയില്ല, ഞാൻ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരത്തില്ല. കുറേ സാധനങ്ങൾ അതിൽ നിന്ന് കളയാനുണ്ട് എനിക്ക്. അവസാനം വരുമ്പോൾ കുറച്ച് പീസ് കഷ്ണങ്ങളും ഇത് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ചിക്കനിൽ ഉണ്ടാവാറുള്ളൂ. എന്നാലും സാരമില്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുമല്ലോ. അപ്പോൾ ഞാൻ അവന് ചിക്കൻ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവൻ എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഞങ്ങൾ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നേ. അപ്പോൾ ഇവർ പുറത്ത് റൂം എടുത്ത് നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഇവൻ ചിക്കൻ കറി, മുട്ടക്കറി ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൊണ്ട് തരുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഇവൻ പറയുന്നത് ഇവനെല്ലാം മറന്നുപോയി, ഇവന് കറി വെക്കാൻ അറിയില്ല, അറ്റ്ലീസ്റ്റ് കടുക് പൊട്ടിക്കാൻ പോലും അറിയില്ല. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് ചെക്ക് ചെയ്യൽ കൂടെയാണ് ഈ കുക്കിംഗ് വീഡിയോയുടെ ഉദ്ദേശം. എന്നാലും ബ്രെഡ് ഓംലെറ്റും നൂഡിൽസും ഇവ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. പിന്നെ ചില സാധനങ്ങളുണ്ട്, അതും നല്ല കിടിലനായിട്ട് വെച്ച് തരും. എന്നാലും മെയിൻ ഐറ്റത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നൈസായിട്ട് എനിക്കറിയില്ല, ഇങ്ങനെയാണോ സവാള എരിയണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങ് പിന്മാറി കളിക്കുമില്ലേ. ഇടയ്ക്കൊക്കെ അവൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ, അതിനുള്ളൊരു പരിശ്രമമാണിത്. അതിനിടയ്ക്ക് ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ അവൻ വഴറ്റിയെടുക്കും. ഇവരുടെ പ്രോഡക്ട്സ് ഒക്കെ സൂപ്പറാണ്. ഇതൊക്കെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നല്ലേ, ആരുടെ കല്യാണത്തിനൊപ്പം. അവരുടെ ക്രീം ബണ്ണും സാധനം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കേക്കാണോ? ചിക്കൻ കറി വെക്കാൻ ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പൊതുവേ ഞാൻ വെളുത്തുള്ളി തൊലി ഫുള്ള് കളയാറില്ല, ജസ്റ്റ് ഒന്ന് നന്നാക്കി എടുത്തിട്ട് കഴുകിയെടുത്ത് ചതച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തൊലി കളയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലരൊക്കെ പറയും തൊണ്ടേ കൊടുക്കുന്നു, അങ്ങനെ ഇതുവരെ കാണാൻ പോലും കിട്ടിയിട്ടില്ല ചിക്കൻ കറിക്കകത്ത് എനിക്ക് വെളുത്തുള്ളിയുടെ തൊലിയൊന്നും. എണ്ണ വെച്ച് കടുക് പൊടിച്ച് സവാള നല്ല പോലെ വഴരാനിടണം. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ അതിലിട്ടാൽ മതിയേ. സംഭവം വീഡിയോ എടുക്കേണ്ടത് കാരണം ചിക്കൻ കറി ഉണ്ടാക്കൽ അങ്ങ് നീണ്ടു പോകുന്നുണ്ടായിരുന്നു. വിശന്നിട്ട് കൊടലി കത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കേക്ക് കഴിച്ചു, കുറച്ച് പഴം എടുത്ത് കഴിച്ചു. മടുത്തതുപോലെയൊക്കെ അഭിനയിക്കുന്നു. ആദ്യം ഞാനാണ് ചെയ്തു കൊടുത്തത്, എന്നിട്ടാണ് ഇത്ര അഭിനയം. എവിടെ വരെ ചിക്കൻ കറി? സവാള ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ ഗൈസ്. കുറെ നേരം ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇനി എന്താ ചെയ്യേണ്ട പറഞ്ഞേ, കേക്കട്ടെ, സബ്സ്ക്രൈബേഴ്സ് കേക്കട്ടെ. ഇനി എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞു കൊടുക്കണം, എന്നാലും ഇനി അടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലടാ, അവന് വളരെ കറക്റ്റായിട്ട് ചിക്കൻ കറി വെക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. ആണോ? ഇന്ന് സീക്രട്ടായിട്ട് എന്നോടൊന്ന് പറഞ്ഞേ. ഇങ്ങനെയാണെങ്കിൽ ഇത് ഉടനെ ഒന്നും തീരും തോന്നില്ല ഗൈസ്. ഞങ്ങൾ അപ്പോൾ പോയി കറി ആക്കിയിട്ട് കഴിക്കുന്ന കാണിക്കാം നിങ്ങളെ. ഓക്കെ ഓക്കെ ബൈ. അങ്ങനെ സവാളയൊക്കെ വഴഞ്ഞിട്ട് വന്ന് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ച് ചേർത്തു. അതും കൂടെ ഒന്ന് വഴഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചിക്കൻ മസാല, ഞാനൊരു അലങ്കാരത്തിന് ഇച്ചിരി പെപ്പർ ചിക്കൻ മസാലയും കൂടി ഇട്ടായിരുന്നു. അതാണ് കളറിലൊരു ചെറിയ വ്യത്യാസം. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നേരെ കുക്കറിലിട്ട് അടിക്കാൻ വെച്ചിട്ടുണ്ട്. തീരെ ക്ഷമയില്ലാത്തത് കാരണം ഇന്ന് കുക്കർ ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി വേകുന്ന സമയത്ത് ഞാൻ അവിടേക്ക് ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്തു. ഇത് ചിക്കൻ ക്ലീൻ ചെയ്തപ്പോൾ ബാക്കി വന്ന ചിക്കനും പിന്നെ ബ്രൂണോയ്ക്ക് കഴിക്കാനായിട്ടുള്ള കുറച്ച് എല്ലും പീസ് എല്ലാം കൂടെ എടുത്തതാണ്. ഇത് നമുക്ക് വേവിച്ച് വേണം അവന് കൊടുക്കാനായിട്ട്. ഇത് ഇങ്ങനെ ചിക്കൻ എടുത്ത് ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. എന്നിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. മഞ്ഞൾപ്പൊടി മാത്രമേ ഇടാവുള്ളൂ, ഉപ്പൊന്നും ആരും വാരിയിട്ടേക്കരുത്, അവരുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നോൺ വെജ് വാങ്ങിക്കുന്ന സമയത്തൊക്കെ ബ്രൂണോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഗായ്സ്, ഫൈനലി നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഇവന്റെ ചിക്കൻ കറി ഇല്ല, ഞാനാ പറഞ്ഞു കൊടുത്തത് അല്ലടാ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. ഞങ്ങളെ ഇതിനകത്തൊരു പരീക്ഷണം നടത്തിയായിരുന്നു. ഇത്തിരി പെപ്പർ ചിക്കൻ മസാല കൂടി ഇട്ടായിരുന്നു. അതാണ്
ചിക്കൻ കറിക്ക് വിചാരിച്ച കളർ കിട്ടാതിരുന്നത്. പിന്നെ നാളെ നമുക്ക് ഓഫ് ആയത് കാരണം നാളെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ലേശം വെള്ളം കൂടുതൽ വെച്ച് ആലുവപ്പുഴ പുലയിപ്പോയി. കൊള്ളാളാ. എൻ്റെ റെസിപ്പി അതുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.